2000 വർഷങ്ങൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ പബ്ലിക്കായിട്ട് ഇറങ്ങാനോ പുരുഷന്മാരിയ്ക്കുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനോ അവർക്ക് അനുവാദമില്ല. അവരെ ഒരു 2ാം തരത്തിലുള്ള സൃഷ്ടിയായാണ് മനുഷ്യർ കാണുന്നത്. അങ്ങനെ ഇരിക്കെ പാപിനിയായ സ്ത്രീ എന്ന് പട്ടണം മുഴുവൻ പരിചയിക്കുന്ന ഈ ഒരു സ്ത്രീ, അവളെ എന്താണ് മോട്ടിവേറ്റ് ചെയ്തത്? ആരെയും നോക്കുന്നില്ല. എന്തിനാ എല്ലാരെയും നോക്കുന്നത്? എന്തിനാ എല്ലാരും പറയുന്ന കേൾക്കുന്നേ? ഓ, ഇന്നാർ എന്നോട് ഇന്നത് പറഞ്ഞത് കൊണ്ട് അടുത്ത ആഴ്ച മുതൽ ഞാൻ ചർച്ചില് പ്രാർത്ഥിക്കുന്നില്ല. ആർക്ക് പോയി? ഞാൻ ഇത്രയും നല്ലത് ചെയ്തിട്ടും എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തില്ല. മറിച്ച് എന്നെ കുറിച്ച് കുത്തുവാക്ക് പറഞ്ഞില്ലേ? അതോടെ നിന്നു പോകുന്ന ഒരു ആരാധനയാണെങ്കിൽ, അതോടെ നിന്നു പോകുന്ന സ്നേഹത്തിന്റെ ഒഴുക്കാണെങ്കിൽ ഇനിയും കാണണം, ഇനിയും ഈ യേശുവിനെ കേൾക്കണം, ഇനിയും ഈ യേശുവിനെ അറിയാൻ കിടക്കുന്നു. ഈ ഒരു കാഴ്ചയാ കർത്താവിനെ ആദ്യം കാണിച്ചത് ഏലിയാവിനെ കുറിച്ച്. ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു പ്രവാചകൻ, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു പ്രവാചകൻ. എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സമയം വന്നപ്പോൾ വലിയ മനപ്പീഠയ്ക്കകത്ത് താനായിപ്പോയി. ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ഹൃദയപ്രകാരം ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ചിലത് കലക്കി വിടുന്നത് പോലെ, a deep stirring of the Holy Spirit in the depths of our heart, calling us into intimacy with our bridegroom king. ഹാലേലൂയ. നമ്മുടെ ദൈവം ഒരു രാജാവാണ്, എന്നാൽ നമ്മുടെ ദൈവം ഒരു മണവാളനും കൂടിയാണ്. ഹാലേലൂയ. ആമേൻ. കർത്താവായ യേശുവിൻ്റെ 2ാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ ഒരു വലിയ വിവാഹത്തെക്കുറിച്ചാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവവചനം തുടങ്ങുന്നത് ഒരു വിവാഹത്തിലും അവസാനിക്കുന്നത് ഒരു വിവാഹത്തിലും. കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു രാജാവായി കാണുവാൻ, വാനമേഘങ്ങളിൽ താൻ കടന്നു വരുമ്പോൾ ഒരു രാജാവായി താൻ വരുന്നു എങ്കിലും സഭയ്ക്ക് താൻ ഒരു മണവാളനാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന പ്രവചനം, ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന, the greatest prayer and the greatest prophecy, the Spirit and the bride says, come Lord Jesus. Hallelujah. Hallelujah. അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് അടുക്കുന്തോറും, യേശു കർത്താവിൻ്റെ 2ാമത്തെ വരവ് അടുക്കുന്തോറും പരിശുദ്ധാത്മാവ് ഏറ്റവും തിടുക്കത്തോടെ മണവാട്ടിയായിരിക്കുന്ന സഭയെ ഒരുക്കുകയാ. ഹല്ലേലൂയ. നമ്മളൊരു ആർമിയാണ് അല്ലേ? ഹല്ലേലൂയ. ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഓരോ മോഡ് പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ മാറി മാറി പറയും. നമ്മളൊരു സൈന്യമാണ്. ദൈവരാജ്യത്തെ മുന്നേറ്റുവാൻ അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ കൈകളിൽ തന്നിരിക്കുക. സ്തോത്രം.
ഹല്ലേലൂയ. നാം പടയാളികളാണ്. എന്നാൽ ഒരു വശത്ത് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ആഴമായ സ്തോത്രം, ഒരു മണവാട്ടി തൻ്റെ മണവാളന് വേണ്ടി കാംക്ഷിക്കുന്നത് പോലെ. ഹല്ലേലൂയ, ആമേൻ. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അലഗറി അല്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല. ദൈവവചനം നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ കർത്താവിനോട് ഏത് വിധത്തിലുള്ള, ഏത് ക്വാളിറ്റിയിലുള്ള പാഷനായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. എത്രമാത്രം ഏൽപ്പിച്ചു കൊടുക്കണം, എത്ര പിടിച്ചു വെക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അതിൻ്റെയൊക്കെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്നത് ചില ഉദാഹരണങ്ങളിലൂടെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. The bride of Christ. ഒന്ന് പറയുമോ? We are the bride of Christ. We are the bride of Christ. ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മൾ വിശേഷങ്ങൾ പറഞ്ഞാൽ, കാര്യങ്ങൾ പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് തീരും. സ്നേഹം പറഞ്ഞാൽ തീരത്തില്ല. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ എപ്പോഴും അങ്ങ് ചലിപ്പിക്കണമേ. ഞങ്ങളുടെ അറിവിൽ ഞങ്ങൾ ചീർക്കുന്നവരായിട്ടല്ല കർത്താവേ, ഞങ്ങളുടെ അനുഭവങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിലുള്ള ഞങ്ങളുടെ നേട്ടങ്ങളിലും അഹങ്കരിക്കുന്നവരായിട്ടല്ല കർത്താവേ. ആമേൻ. എന്നും ആ ഒരു പിക്ചറിനകത്ത് കണ്ടോ, കർത്താവിൻ്റെ കാൽക്കൽ മറിയ, പാപിനിയായ സ്ത്രീ, സ്തോത്രം, ഇരുന്നതുപോലെ. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് കൂടെ നമ്മളെ ഉയർപ്പിച്ച് സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അനുഭവമാണ്, യാഥാർത്ഥ്യമാണ്. നമ്മെ അധികാരം ധരിപ്പിച്ചിരിക്കുകയാണ്. എന്നാലും കർത്താവേ, അങ്ങയോടുള്ള ബന്ധത്തിൽ എന്നും അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കുവാൻ, സ്തോത്രം, കരയുവാൻ, സ്നേഹം പറയുവാൻ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്നേഹം ഒരു സുഗന്ധ തൈലം പോലെ ഒഴിച്ച് അങ്ങയുടെ കാലുകളെ കഴുകുവാൻ, ചുംബിക്കുവാൻ, ഞങ്ങളുടേതുള്ളതെല്ലാം ആ കാൽക്കൽ സമർപ്പിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. സ്തോത്രം. ഈ മണവാളനെ എതിരേൽക്കുവാൻ നാം കാത്തു നിൽക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ഈ ലോക ജീവിതത്തിൻ്റെ യാത്രയിൽ പല അനുഭവങ്ങളിലൂടെ, വേഷങ്ങളിലൂടെയൊക്കെ മാറിയും മറിഞ്ഞുമാണ് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നതെങ്കിലും ഒരു മണവാട്ടിയെ എതിരേൽക്കുവാനായി യേശു കർത്താവ് ഇനിയും വരുന്നത്. ഹല്ലേലൂയ. ക്ഷീണിച്ചും തളർന്നും പരാജയപ്പെട്ടും ഈ ലോകത്തിൻ്റെ ചൂടേറ്റ് കറുത്തുപോയതുമായിട്ടുള്ള ഒരു മണവാട്ടിക്ക് വേണ്ടിയല്ല, ശോഭയേറിയ ഒരു മണവാട്ടിക്ക് വേണ്ടി അത്രേ. The beauty of your heart. സ്തോത്രം, ഹല്ലേലൂയ. കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഒന്നുമില്ലാത്ത ഒരു മണവാട്ടിയെ തനിക്ക് വേണ്ടി തന്നെ ഒരുക്കിയെടുക്കുവാൻ യേശു കർത്താവ് തന്നെ പരിശുദ്ധാത്മാവിനാൽ ബന്ധപ്പെടുകയാ. ഹല്ലേലൂയ. അതിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ഈ ഭാഗമാണ് എന്നെ കർത്താവ് ആദ്യം എന്തോ വലിയൊരു ബോധ്യത്താൽ, ഒരു നിയോഗത്താൽ തട്ടി ഉണർത്തിയതുപോലെ എനിക്കൊരു ബോധ്യമുണ്ടായി. 1 രാജാക്കന്മാർ 19, അവിടെ അത് വായിക്കണ്ട. എന്നാൽ ഏലിയാവ് മനപ്പീഠയിൽ വന്ന്, എനിക്ക് മരിച്ചാൽ മതി. ഐ ഫെൽറ്റ് ദ ബർഡൻ ആൻഡ് ദ പെയിൻ. ഈ ഒരു മനുഷ്യൻ അവിടെ പോയി മരിക്കുവാൻ കാത്തിരിക്കുമ്പോൾ അവനെ നോക്കി കർത്താവിനുണ്ടായ ഒരു വേദന, ഒരു ഭാരം. നമുക്കറിയാം എങ്ങനെ കർത്താവ് ആ സാഹചര്യം സോൾവ് ചെയ്തതെന്ന് നമുക്കറിയാം. ഓരോ പ്രത്യേക സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളത് കർത്താവിന് നല്ലതുപോലെ അറിയാം. സ്വർഗത്തിൽ നിന്നും തീ ഇറക്കിയ പ്രവാചകനായിരിക്കുന്ന ഏലിയാവ് മനപ്പീഠയ്ക്കകത്ത് വന്ന് എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ ഭയം തന്നെ കയറി പിടിച്ച് ഡിപ്രഷനകത്തിരിക്കുക. സ്തോത്രം. കർത്താവിൻ്റെ സ്ട്രാറ്റജി പലതാണല്ലോ.
സ്വർഗത്തിൽ നിന്നും തീയിറക്കാൻ പ്രാഗൽഭ്യമുള്ള ഈ മനുഷ്യന് ആ സമയത്ത് കർത്താവ് കൊടുത്തത് എന്നെ ആഴമായി ചിന്തിപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റേതല്ലാത്തത് ഏലിയാവ് പ്രാർത്ഥിച്ചില്ല. ഏലിയാവിന് കഴിവില്ല. താൻ കുനിഞ്ഞിരിക്കുകയാ, കിടന്നുറങ്ങുകയാ. എന്നാൽ സ്വർഗത്തിൽ നിന്നുമുള്ള ചിലത് അവനെ പോഷിപ്പിച്ച്, അവനെ ജീവിപ്പിച്ച്, നിനക്ക് ബഹുദൂരം സഞ്ചരിക്കുവാനുണ്ട് എന്നൊരു ദൈവശബ്ദം അവൻ്റെ ഉള്ളിൽ കേൾപ്പിച്ച് അവന് ഭക്ഷണം കൊടുത്ത് അവനെ ജീവിപ്പിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതേപോലെ പത്രോസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു. വലിയ വിളിയുടെ ഉടമയായിരുന്നു പത്രോസ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പറയാ, നീ ആടി ഉലയുന്നവനാണെന്ന് നിന്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ സാക്ഷ്യം പറയുന്നു. എങ്കിലും നിന്നെ ഒരു പാറയാക്കി തീർക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ആമേൻ. നമ്മൾ കാണിക്കുന്ന ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലോകം നമ്മളെ പേര് വിളിക്കും. സ്തോത്രം. നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ പോലും നമ്മളിൽ വിശ്വസിക്കുവാൻ കഴിയാതെ വണ്ണം ഒരുപക്ഷെ നമ്മെ തള്ളിക്കളയും. എന്നാൽ നിന്നെ പേര് വിളിച്ച് വേർതിരിച്ച ദൈവമോ, ഹല്ലേലൂയ, നിന്നിൽ വിശ്വസിക്കുന്നു. ഈ പത്രോസ് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്ന മഹാ അത്ഭുതം നടന്നതിന് ശേഷവും, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാക്ഷ്യം കേട്ടതിന് ശേഷവും തൻ്റെ പഴയ പണിയിലേക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. താൻ പോയി എന്ന് മാത്രമല്ല, തൻ്റെ കൂട്ടത്തിൽ ചിലരെ കൊണ്ടുപോയി. സ്തോത്രം. ആമേൻ. എന്നാൽ ഈ പത്രോസിനെ തേടി പോകുന്ന യേശുവിൻ്റെ ഹൃദയം, that is a great strategy of heaven to bring back the called and the chosen into the track. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞ് ആദ്യം എഴുന്നേറ്റ് നിന്നൊരു ശക്തമായ പ്രസംഗം പ്രസംഗിച്ച് 3000 പേര് ദൈവസഭയിലേക്ക് കടന്നു വരുവാൻ അല്ലേ ഇടയായത്. മെസ്സേജൊക്കെ റെഡിയാ പത്രോസിൻ്റെ. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മനപ്പീഠയ്ക്കകത്തായി വീണ്ടും പഴയ പണിയിലേക്ക് പോയി. അവിടെയും പത്രോസിനെ തേടിയെത്തുന്ന യേശു കർത്താവ്. ഹല്ലേലൂയ. എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തത് അതാ. കർത്താവ് അവർക്ക് വേണ്ടി ചിലത് കുക്ക് ചെയ്ത് കൊടുക്കുക. ഹല്ലേലൂയ. He did not take anything of this of his. അവൻ്റെ ഒന്നും കർത്താവിന് വേണ്ട. സ്തോത്രം. ആമേൻ. നമ്മളെയൊക്കെ തളർത്തി കളയുന്നത് ഈ സ്നേഹമാ. നല്ല അർത്ഥത്തിൽ തളർത്തി കളയുന്നത്. ഹല്ലേലൂയ. നമ്മളെയൊക്കെ നമ്മുടെ മുട്ടിൻ്റെ മേൽ കൊണ്ടുവന്ന് നെടുമ്പാടി കർത്താവിൻ്റെ മുൻപിൽ വീഴുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ഈ തരത്തിലുള്ള സ്നേഹമാണ്. സ്തോത്രം. നമ്മൾ മിടുക്കരാണെന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. നമ്മളെന്തോ ചെയ്തത് കൊണ്ടാണ് യേശു നമ്മളെ സ്നേഹിക്കുന്നത് എന്നല്ലേ നമ്മൾ അറിയാതെ വിചാരിച്ചു പോയത്. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പ്രാഗൽഭ്യം, നമ്മുടെ പ്രസംഗം, നമ്മുടെ വിശുദ്ധ ജീവിതം, ഇതൊക്കെയാണ് എന്നെ ഇന്ന് കർത്താവിൻ്റെ അടുക്കൽ നിർത്തിയിരിക്കുന്നത് എന്ന് ചിന്തിച്ചത് പോലും തകരേണ്ടിയതായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ പോലും കഴിയുന്നില്ല. വചനം ശക്തമായി ഏറ്റു പറഞ്ഞതുപോലെ കൺഫസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. കർത്താവേ, ഉള്ളിൽ നിന്ന് എന്തോ പുറകോട്ട് വലിക്കുക. താല്പര്യങ്ങൾ നഷ്ടമായി, ആഗ്രഹങ്ങളില്ലാതെയായി, മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാ, മക്കളെ, ഞാനാ നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഗ്ലോറി ടു ഗോഡ്. നിന്നെ പോറ്റി പുലർത്തിയത് ഞാനാ. നിന്നെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ പദ്ധതിയിട്ടിരിക്കുന്നതും ഞാനാ. സ്തോത്രം. നിന്റെ ഒന്നും എനിക്ക് വേണ്ട. പറഞ്ഞേ, ഒരർത്ഥത്തിലാണ് ഇത് പറയുന്നത്. നിന്റെ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് നിന്നെ മതി. ഹല്ലേലൂയ. അത് കർത്താവിന് വേണം. നീ കൊണ്ടുവരുന്ന ഒന്നും എനിക്ക് വേണ്ട. നിന്റെ അപ്പം വേണ്ട, നിന്റെ മീൻ വേണ്ട, നിന്റെ കാശ് വേണ്ട, എനിക്ക് നിന്നെ മതി. ഹല്ലേലൂയ. നിന്റെ ഹൃദയം മതി. എന്നോട് പറ്റിച്ചേരുവാൻ ആഗ്രഹിക്കുന്ന, എങ്കിലേക്ക് മാത്രം നോക്കുന്ന, എന്നോട് മാത്രം സഹായം ചോദിക്കുന്ന. ആമേൻ. ഹല്ലേലൂയ. ഹൃദയം തകർന്നും നുറുങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഹല്ലേലൂയ. ആ ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. നമുക്ക് കഴിവില്ല എന്ന് നമ്മൾ ഓർക്കുമ്പോഴും അറിയാമോ, സീക്രട്ടായിട്ട് ഒത്തിരി കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും കർത്താവിനെ കൂടാതെ ഓടുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും കർത്താവില്ലാതെ പോലും ചിലതെല്ലാം ചെയ്തെടുക്കുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അറിയാതെ സ്വയം കഴിവുകളിലേക്ക് ഹൃദയം ഓടിപ്പോകുന്നത്. ഞാനൊന്നുമില്ല കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ആ പാപിനിയായ സ്ത്രീ അവർക്കൊന്നുമില്ലല്ലോ, അവർക്ക് പേരില്ല, ആത്മീയ ഗോളത്തിൽ ഒരു പരിചയമില്ല. ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം, അതിൻ്റെ 36. അവളുടെ പേര് പോലും പറയുന്നില്ല. പാപിനിയായ സ്ത്രീ യേശുവിനെ തൈലം പൂശുന്നു. ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ചിന്തിക്കുമായിരുന്നു, ആരാധനയുടെ കർത്താവ് സന്തോഷിച്ച ആരാധനയുടെ ഇത്ര മനോഹരമായ ഒരു ചിത്രം, ആ ചിത്രത്തിന് കാരണമായി തീർന്നത് പാപിനിയായ ഒരു സ്ത്രീയാ. ശിഷ്യന്മാരല്ല, പരീശന്മാരല്ല. അവിടെ പേരിന് പോലും വ്യത്യാസം വന്നിട്ടില്ല. ഒരു പാപിയുടെ ഹൃദയത്തിൽ നിന്നും ഇത്രമാത്രം ആരാധനയോ? നമ്മൾ സ്കൂളിലൊക്കെ ഐഡിയൽ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് നിർത്തി ഉദാഹരണം കാണിക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഐഡിയൽ സ്റ്റുഡൻറ്റിനെ അല്ലേ മുമ്പിൽ വിളിക്കുന്നേ? സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്തൊക്കെയും നിന്നെ കുറിച്ചും നീ ചെയ്തതും ആരാധനയോടുള്ള ബന്ധത്തിൽ പറയപ്പെടുമെന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചതൊരു പാപിനിയായ സ്ത്രീയുടെ ഉള്ളത്തിൽ നിന്നും ഒഴുകി വന്ന സ്നേഹത്തിൻ്റെ ചിത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ ഒന്നാമത്തെ വിജയം എന്തുവാണെന്നറിയാമോ? അവൾക്ക് അവളെക്കുറിച്ച് തന്നെ പറയുവാൻ ഒന്നുമില്ല. അവൾ ലജ്ജയിലിരിക്കുക. എന്നെ ആരും കാണരുതേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് 4 പേര് കാണണമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശൈലിയായി മാറിയിരിക്കുക. ആരും കണ്ടില്ലെങ്കിൽ ഒരു തൃപ്തിയില്ല. എന്നാൽ ഇവളുടെ മനസ്സെന്താണെന്നറിയാമോ? അവൾക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇവിടെ ആരുമില്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ കർത്താവിനെ നന്നായി ഒന്ന് ആരാധിച്ചിട്ട് പോകാമായിരുന്നു. കർത്താവെന്നെ വിധിക്കത്തില്ലല്ലോ, കർത്താവെന്നെ ഒന്നും പറയത്തില്ലല്ലോ, ആരും കാണരുത് എന്ന് വിചാരിച്ച് അവൾ പാപത്തിലും ലജ്ജയിലും ഇല്ലായ്മയിലും തകർച്ചയിലുമാണെങ്കിലും അവിടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ അളവ് കാണിക്കുന്നത് അവള് കയ്യിൽ കൊണ്ടുവന്ന ആ ഭരണിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ അറിയുന്നേ ഭയങ്കര സ്നേഹമായിരുന്നെന്ന്? 1 വർഷത്തെ വേജ് വെച്ച് മേടിച്ചതാ. ഇത് പറഞ്ഞു പോകാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അവിടെ ജോലി എന്തുവായിരുന്നു?
അങ്ങനല്ലേ അവൾക്ക് പൈസ ഉണ്ടായത്? ഒന്ന് മാത്രം, യേശുവിനെ കുറിച്ച് എന്തോ ചെയ്യുന്നത് ശരിയാണോ എന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഉള്ളത് വെച്ച് യേശുവിനെ സ്നേഹിക്കാൻ അവൾ തീരുമാനിച്ചു. കാല് വെച്ചിങ്ങനെ തട്ടിക്കളയണ്ടായിരുന്നോ കർത്താവ് ആ ഭരണി? ഈ പൈസ എവിടുന്നാ നിനക്ക്? എന്തുവാ നിന്റെ ഉദ്യോഗം? ഏത് കാശ് വെച്ചാ ഇത് മേടിച്ചോണ്ട് വന്നത്? തൻ്റെ വഴികളിലേക്ക് ഇറങ്ങിപ്പോയ മുടിയനായ പുത്രൻ്റെ നാറുന്ന വസ്ത്രവും കുളിക്കാതെയും നനയ്ക്കാതെയും ഒക്കെയുള്ള തൻ്റെ അവസ്ഥകളിലും ഓടിപ്പോയി താനായിരിക്കുന്നത് പോലെ തന്നെ ആലിംഗനം ചെയ്ത ഒരു പിതാവിൻ്റെ ചിത്രം യേശുവിലൂടെ ഇവളോടുള്ള ബന്ധത്തിലും നമ്മൾ കാണുകയാണ്. കർത്താവ് ഒന്നും ചോദിച്ചില്ല, അവൾക്കതല്ലേ ഉള്ളൂ, അവൾക്കതല്ലേ ഉള്ളൂ. ആ ഭരണിയുമായിട്ട് അവൾ വരികയാണ്. എന്നെ ആരും കാണരുതേ. വർഷങ്ങളായി കർത്താവിനെ അറിഞ്ഞിരിക്കുന്ന നമ്മുടെ ആരാധനയുടെ തീവ്രതയും അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന രഹസ്യ സ്ഥലങ്ങളിൽ നമ്മൾ കർത്താവിനോട് ചെലവഴിക്കുന്ന സമയങ്ങൾ എങ്ങനുണ്ട്? അതിൻ്റെ തീവ്രത എത്ര വില അതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്? ഉള്ളതെല്ലാം കൊണ്ടുവരുന്നുണ്ടോ? ആരൊക്കെയോ കുത്തുവാക്ക് പറയുന്നുണ്ട്. നമുക്കൊന്ന് സങ്കല്പിക്കാവുന്നുള്ളതേ ഉള്ളൂ. ശിഷ്യന്മാരുടെ നോട്ടം ഇന്നത്തെ കാലഘട്ടമല്ല. 2000 വർഷങ്ങൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ പബ്ലിക്കായിട്ട് ഇറങ്ങാനോ പുരുഷന്മാരിയ്ക്കുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനോ അവർക്ക് അനുവാദമില്ല. അവരെ ഒരു 2ാം തരത്തിലുള്ള സൃഷ്ടിയായാണ് മനുഷ്യർ കാണുന്നത്. അങ്ങനെ ഇരിക്കെ പാപിനിയായ സ്ത്രീ എന്ന് പട്ടണം മുഴുവൻ പരിചയിക്കുന്ന ഈ ഒരു സ്ത്രീ, അവളെ എന്താണ് മോട്ടിവേറ്റ് ചെയ്തത്? ആരെയും നോക്കുന്നില്ല നീ. എന്തിനാ എല്ലാരെയും നോക്കുന്നേ? എന്തിനാ എല്ലാരും പറയുന്ന കേൾക്കുന്നേ? ഓ, ഇന്നാരെന്നോട് ഇന്നത് പറഞ്ഞത് കൊണ്ട് അടുത്ത ആഴ്ച മുതൽ ഞാൻ ചർച്ചില് പ്രാർത്ഥിക്കുന്നില്ല. ആർക്ക് പോയി? ഞാൻ ഇത്രയും നല്ലത് ചെയ്തിട്ടും എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തില്ലല്ലോ. മറിച്ച് എന്നെ കുറിച്ച് കുത്തുവാക്ക് പറഞ്ഞില്ലേ? അതോടെ നിന്നു പോകുന്ന ഒരു ആരാധനയാണെങ്കിൽ, അതോടെ നിന്നു പോകുന്ന സ്നേഹത്തിൻ്റെ ഒഴുക്കാണെങ്കിൽ, ഇനിയും കാണണം, ഇനിയും ഈ യേശുവിനെ കേൾക്കണം, ഇനിയും ഈ യേശുവിനെ അറിയാൻ കിടക്കുന്നു. അവൾ കടന്നുപോയി. ഇവരുടെ എല്ലാം നോട്ടം, കമൻ്റടിയും ഒക്കെ സഹിച്ച് ഒറ്റ ലക്ഷ്യം, യേശു എവിടെയായിരിക്കുന്നത്? ഒറ്റ ലക്ഷ്യം. And nobody could stop her. Hallelujah. ഈ ശിഷ്യന്മാരൊക്കെ ഭയങ്കര സ്ട്രോങ് ആ. Nobody could stop her. She was determined to find the love of her life. Hallelujah. ഇനി അവളുടെ ജീവിതത്തിൽ രക്ഷ ഈ കർത്താവിൻ്റെ അടുക്കൽ മാത്രമുള്ളൂ എന്ന് ഹൃദയപ്രകാരം അവൾ ഗ്രഹിച്ചു. അവൾ അവിടെ ചെന്നെത്തി. അവളുടെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ എന്താ? ഒന്ന് വായിക്കാം. 37-38. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. This was very costly.
അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങ് ഒരുപാട് പൈസ, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, യു ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഡോളേഴ്സ്. ഇറ്റ് വാസ് ആൻ ഇയേഴ്സ് വേജ്. ഒരു വർഷം മുഴുവൻ അവൾ വർക്ക് ചെയ്ത പൈസ കൂട്ടി വെച്ചിട്ട് മേടിച്ച സാധനമായത്. നമ്മുടെ ആരാധനയ്ക്കൊരു സബ്സ്റ്റൻസ് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആരാധനയ്ക്കൊരു ഘനമുണ്ടാകട്ടെ. എപ്പോഴാ ഘനം ഉണ്ടാകുന്നതെന്ന് അറിയാമോ? നമ്മൾക്ക് ഇവിടം കൊണ്ട് സ്തോത്രം പറയാൻ എളുപ്പമാണ്. സ്തോത്രം. അതേസമയം ജീവിതത്തിൽ സ്നേഹം അറ്റുപോകുന്ന, ആരാധനകൾ അറ്റുപോകുന്ന, വേദനയേറിയ, ചൂടേറിയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പിശാചിൻ്റെ വഞ്ചനകളിൽ നാം അകപ്പെട്ടു പോകുമ്പോൾ, മനപ്പീഡകൾക്കകത്ത് നാം ഇരുന്ന് പോകുമ്പോൾ, സ്തോത്രം, ആമേൻ, ആമേൻ, സ്വയത്തിൻ്റെ താല്പര്യങ്ങളാൽ നാം പിടിക്കപ്പെടുമ്പോൾ, അതിനെയെല്ലാം മറികടന്ന് അതിനപ്പുറത്ത് വില കൊടുത്തൊരാരാധന കൊടുക്കുന്ന ദൈവജനം ഇവിടെ ഉണ്ടോ? Are you saying a no to yourself? അതൊരു വിലയാ. എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ അനുഗമിക്കണം. ഇന്ന് കർത്താവും നമ്മളും തമ്മിൽ നമ്മെ വേർപിരിക്കുന്ന തിരശീല മാറിപ്പോയി. ആ തിരശീല മാറിപ്പോയെങ്കിൽ പിന്നെന്തുവാ? നാം മുഖാമുഖം, നാം ദൈവത്തോട് മുഖാമുഖം മോശ സംസാരിച്ചതിനെക്കാട്ടിലും ആഴമായി ദൈവത്തോട് ഇടപെടുവാനുള്ള സാധ്യതയാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആ തിരശീല മാറിയോ? അതോ ഇന്നും സ്വയത്തിൻ്റെ ചില താല്പര്യങ്ങൾ തിരശീലയായി കിടക്കുകയാണോ? ദൈവത്തിൻ്റെ മുഖത്തെ നമുക്ക് മറച്ചു കളയുന്ന വിധത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പഴയ നിയമത്തിലെ തിരശീല ഇനി ആരും പേടിക്കണ്ട, അത് കീറി രണ്ടായി മാറി. ഇനി അത് തയ്ച്ചിടാൻ നോക്കിയാൽ പോലും പറ്റത്തില്ല. അതൊരു ദൈവപ്രവൃത്തിയായിരുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ യാഗമാണ് അത് സാധ്യമാക്കി തീർത്തത്. എന്നാൽ ആ തിരശീല മാറിപ്പോയെങ്കിലും ഇന്നും കർത്താവിൻ്റെ മുഖത്തെ ആയിരിക്കുന്നത് പോലെ കാണുവാൻ കഴിയാതെ വണ്ണം ആ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്ന സ്വയത്തിൻ്റെ ചില തിരശീലകൾ, ഇന്നും നാം അതിനെ കൈകാര്യം ചെയ്യാൻ പഠിച്ചിട്ടില്ല. സ്വയത്തിൻ്റെ പ്രവണതകളോട് നോ എന്ന് പറയാൻ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ചില തിരശീലകൾ, നമ്മുടെ ജഡത്തിൻ്റെ മോഹങ്ങൾ, നമ്മുടെ ചില താല്പര്യങ്ങൾ, ചില പ്രവണതകൾ, ചില സംസാരങ്ങൾ, ചില ആറ്റിറ്റ്യൂഡുകൾ, എനിക്കിങ്ങനെ പറ്റൂ, എനിക്ക് പറ്റത്തില്ലാതെ എന്നൊക്കെ പറഞ്ഞ് നാം കാണിക്കുന്ന പിടിവാശികൾ ഇന്നും ദൈവത്തിൻ്റെ മുഖം നമുക്ക് മറച്ചു കളയുന്ന വിധത്തിൽ തിരശീലകളായി നിലനിൽക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എന്നെ കാണിച്ചു തന്ന ഒരു കാര്യമാണ്, ഒരു ചെറിയ കാര്യം പോലും. ഇതൊരു ചെറിയ തുണിയാണ് അല്ലേ, ഇതിനെക്കാട്ടിലും തിന്നാണെങ്കിൽ പോലും ഒരു ചെറിയ ഒരു മറ മതി. ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണാം, എനിക്ക് നിങ്ങളെയും കാണാം. You can't see me and I can't see you. ഈ തിരശീലയാ കർത്താവിൻ്റെ യാഗത്തിൽ മാറ്റപ്പെട്ടത്. എന്തിനു വേണ്ടി?
അതിനകത്ത് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. എങ്കിലും നിനക്ക് ദൈവത്തെ മുഖാമുഖം കാണുവാൻ കഴിയേണ്ടതിന് ജീവനുള്ള ഒരു വഴിയാണ് യേശു നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ തേജസ്സേറിയ മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതേ തേജസ് നിന്റെ മേൽ പ്രതിബിംബിക്കും. ഹല്ലേലൂയ. പിന്നെ നിനക്ക് പഴയതുപോലെ ആയിരിക്കുവാൻ കഴിയത്തില്ല. പഴയ നിയമത്തിന്റെ പ്രമാണത്തിനകത്തല്ല നാം ഇപ്പോൾ ജീവിക്കുന്നത്. അല്ല, പ്രാകാരങ്ങളിൽ പോയി കറങ്ങിയടിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊണ്ടുവന്ന യാഗവും അർപ്പിച്ച്, അയ്യോ ഞാൻ പാപിയായതുകൊണ്ട് എനിക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല, വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ എന്നുള്ള സിസ്റ്റം തീർന്നു. ഹല്ലേലൂയ. നാം പുതിയ നിയമത്തിന്റെ വ്യവസ്ഥയ്ക്കകത്ത് ജീവിക്കുന്നവരാണ്. ഹല്ലേലൂയ. This is your privilege as the bride of Christ. Hallelujah. Hallelujah. Don't settle for anything less. Amen. Hallelujah. ഇന്നും പ്രാകാരങ്ങൾക്കകത്ത് കറങ്ങി നടക്കുന്ന, 2 പാട്ടും പാടി കയ്യുമടിച്ച് ഓഫറിങ്ങും ഇട്ട് പോകുന്ന പ്രാകാരങ്ങളുടെ അനുഭവങ്ങൾക്കകത്ത് ജീവിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ പരിപാടി നിർത്തി പോകുന്നതല്ലേ നല്ലത്. ഒന്നെങ്കിൽ ലോകമെങ്കിലും ആസ്വദിക്ക്, ഏതെങ്കിലും ഒന്നെങ്കിലും ആസ്വദിക്ക്. ഇതിനകത്താണെന്ന് പറയുന്നുമുണ്ട്. ജീവിതത്തിനകത്ത് മുഴുവൻ സന്തോഷമില്ലായ്മയും സ്നേഹമില്ലായ്മയും ആണെങ്കിൽ പിന്നെ എന്തിനിത് രണ്ടും കൂടെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യജീവന്റെ അവകാശിയാകുവാൻ എങ്ങനെ കഴിയുമെന്ന് യേശുവിനോട് ഒരു വ്യക്തി ചോദിച്ചപ്പോൾ യേശു കൃത്യമായ കാര്യം പറഞ്ഞു. മോനെ, നീ ഒന്നീ അകത്തുക, അല്ലേ നീ പൊക്കോ. എന്തിനാ ഈ ഇടയ്ക്ക് കിടക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ്, ആമേൻ, നമ്മുടെ മണവാളനായിരിക്കുന്ന ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുള്ള തീവ്രമായ നമ്മുടെ ആദ്യ സ്നേഹത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നമ്മെ വിളിക്കുക. ആമേൻ. ഈ നാളുകളിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ആ വിഷയങ്ങൾ കേൾക്കും. ജെറു പാസ്റ്റർ അതിനെക്കുറിച്ച് ഇവിടെ പറയുവാനിടയായി തീർന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു. നമ്മുടെ ആരാധനകളിൽ നാം അത് അനുഭവിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാവചനികമായി ഈ വിഷയങ്ങൾക്കകത്ത് ചലിക്കുന്നു എന്ന് ഞങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയാണ്. Hallelujah. And we are in for something mighty in God. Hallelujah. Glory to God. പാപിനിയായ സ്ത്രീ. യെസ്, മുമ്പോട്ട് വായിക്കാം. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. ആമേൻ, ആമേൻ. ആ ഒരു ചിത്രം നമ്മുടെ ഹൃദയത്തിനകത്ത് പേസ്റ്റ് ആകുന്നത് പോലെ ആരാധനയുടെ പ്രതീകമായി പരിശുദ്ധാത്മാവ് അതെഴുതുവാൻ അനുവാദം കൊടുക്കുമോ? കരങ്ങളെ ഉയർത്തി പറഞ്ഞേ, കർത്താവേ, I am coming. I am coming, Lord. I am coming back to the heart of worship. And it's all about you, Jesus. It's all about you. It's not about the song. It's not about the tune. It's not about the instrument. It's all about you, Jesus. അവിടെ കീബോർഡുണ്ടോ? തബലയടിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഗിറ്റാറുണ്ടോ? ഇതൊക്കെ ഉണ്ടേലേ ആരാധന വരത്തുള്ളൂ എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ട്. വേണം, അതെല്ലാം നമുക്ക് വേണം. ദാവീദിൻ്റെ കൂടാരത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. ഇതല്ല, ഇതിൻ്റെ അനേക മടങ്ങുണ്ടായിരുന്നു. പക്ഷേ യേശുവിൻ്റെ ഹൃദയത്തെ കവരുന്ന ആരാധന നിന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ചിലതാ. അതിനെ ഭംഗി വരുത്താൻ ചിലത് കൂട്ടിച്ചേർക്കാം എന്ന് മാത്രമേ ഉള്ളൂ. നിന്റെ ഹൃദയമില്ലാത്ത ഏത് നാദവും യേശുവിൻ്റെ കാതുകളിൽ സ്നേഹത്തിൻ്റെ സ്വരമല്ല. അത് വെറും 1 കൊരിന്ത്യർ 13 നമ്മൾ പറയുന്നത് പോലെ മുഴങ്ങുന്ന
അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ ചിത്രം ഒന്ന് നോക്കിക്കുക. അവള് കരയുകയാ. കണ്ണുനീരുണ്ടോ നമുക്ക്? അറ്റുപോയോ? നമ്മുടെ വിഷയങ്ങളെ ഓർത്ത്, മക്കളില്ല, വീടില്ല, കാറില്ല, അല്ലെ മക്കളുണ്ടെങ്കിൽ മക്കളുടെ പ്രശ്നങ്ങൾ ഓർത്ത് ഭാരപ്പെട്ട്, ജീവിത ഭാരങ്ങളുടെ കണ്ണുനീരിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതും വേണം, അത് വേണ്ടെന്നല്ല, അതും വേണം. കാരണം കണ്ണുനീരോടെ നാം ചിലത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് അത്രയ്ക്ക് ഇൻവോൾവ് ആണെന്ന അർത്ഥം. പക്ഷെ ഇവളെന്തിനാ കരയുന്നേ? ഇവളെന്തേലും ചോദിച്ചോ? അവൾക്ക് പ്രയർ റിക്വസ്റ്റ് ഉണ്ടോ? അവൾക്ക് പ്രയർ പോയിന്റുകളുണ്ടോ? അവൾ എന്തേലും എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടോ? ഇത് സാധിപ്പിച്ചു തരണം കർത്താവേ, ഇതില്ലാത്തതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വേദന എന്ന്. ഈ പട്ടണത്തിലുള്ള കർത്താവേ, എൻ്റെ പേര് മോശമാ, ആ പേരൊന്ന് ശരിയാക്കി തരാമോ? എനിക്കൊരു നല്ല കല്യാണം വേണം, എനിക്കൊരു നല്ല ജോലി വേണം കർത്താവേ, ചെയ്തു തരാമോ? അതിനാണോ അവൾ കരയുന്നത്? അതിനാണോ അവൾ കരയുന്നത്? ദിലീപ് ബ്രദർ ആ ചിത്രം ഒന്നിട്ടാട്ട്. അതിനാണോ അവൾ കരയുന്നത്? അല്ല. ഇതിനകത്ത് സ്നേഹത്തിൻ്റെ കണ്ണുനീരുകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തപ്പോഴുള്ള ചില വികാരങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ. ഞാനിങ്ങനെ ചില സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ ഹൃദയത്തിൻ്റെ കപ്പാസിറ്റി ചെറുതല്ലേ? പെട്ടെന്ന് നിറയും, നിറഞ്ഞാൽ പിന്നെ കവിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറുതാ നമ്മുടെയൊക്കെ ഹൃദയം, സൈസൊക്കെ ചെറുതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കർത്താവ് ഒന്ന് തൊട്ടാൽ മതി, പിന്നെ തീർന്നു. ആ സ്പർശനത്തിന് വേണ്ടി കർത്താവിന് നിങ്ങളെ കിട്ടുന്നുണ്ടോ? അതോ നമ്മൾ ഓടി നടക്കുവാണ്? യേശുവിൻ്റെ ഒരു വാക്ക് മതി. ഹല്ലേലൂയ. നമ്മൾ ഈ മൊത്തം ബൈബിള് ഏതെല്ലാം ട്രാൻസ്ലേഷൻ, ഏതെല്ലാം വേർഷൻ പിടിച്ചോണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? അതിനകത്ത് കുഴപ്പമുണ്ടെന്നല്ല ഞാനിത് നിങ്ങളെ മുറിവേൽപ്പിക്കാൻ പറയുന്നെന്ന് ആരും വിചാരിക്കരുത്. ഞങ്ങളുടെ വീട്ടിലുണ്ട് ഒരു 75 ബൈബിളെങ്കിലും ഉണ്ട്. മൊത്തവും എത്ര പ്രസംഗം കേട്ടു, എത്ര മെസ്സേജ് കേട്ടു. ചർച്ചിൽ പോരാഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിലുള്ള ഏറെക്കുറെ എല്ലാം കേൾക്കും. എന്നിട്ടും യേശുവിൻ്റെ ഒരു വാക്ക് മതി. ഹല്ലേലൂയ. അവർക്ക് ജീവൻ ലഭിക്കുമെന്ന് വിചാരിച്ചവർ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. എങ്കിലും എൻ്റെ അടുക്കലേക്ക് വരുവാൻ അവർക്ക് മനസ്സില്ല. ഹല്ലേലൂയ, ആമേൻ. യേശുവേ, അങ്ങയുടെ അടുക്കലേക്ക് വരുവാൻ ഞാൻ വാഞ്ചിക്കുക. അതൊരു വരവാ, അങ്ങനൊരു വരവുണ്ട്. ആമേൻ, അങ്ങനൊരു വരവുണ്ട്. ആരെയാ യേശുവിനെ സ്പർശിക്കുവാൻ കഴിയുന്നത്? ചിലരോട് കൂടുതൽ ഇഷ്ടം, ചിലരോട് കുറവ്. അതുകൊണ്ടാണോ? നാം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം നമ്മുടെ എത്ര പേരുടെ ഉള്ളിലുണ്ട്? ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുകയില്ല, മയങ്ങുകയുമില്ല. നമ്മുടെ ശബ്ദമൊന്ന് കേൾക്കുവാൻ, നമ്മുടെ സ്നേഹമൊന്ന് കേൾക്കുവാൻ, നമ്മളെ ഒരു നോക്ക് കാണാൻ, നമുക്ക് പറയുവാനുള്ളത് ഒന്ന് ഏറ്റെടുക്കുവാൻ, നമ്മളെ ഒന്ന് സ്വാന്തനിപ്പിക്കുവാൻ, നമ്മുടെ ചോദ്യങ്ങൾക്കൊരു ഉത്തരം നൽകുവാൻ,
നമ്മെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, തൻ്റെ മാർവോട് ചേർത്ത് വയ്ക്കുവാൻ സമയമുണ്ടോ? സാവകാശമുണ്ടോ? ജീവിതത്തിൻ്റെ ഭാരങ്ങളുടെ ആധിക്യം കൊണ്ട് വരുമ്പോൾ എല്ലാം ക്യുക്കാണല്ലോ. ഓൾറെഡി ഒരു അജണ്ടയുമായിട്ടായിരിക്കും നമ്മൾ കർത്താവിൻ്റെ അടുക്ക വരുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലുള്ള തിരശീലകൾ എന്താണെന്ന് പോലും നമുക്കറിയില്ല. എല്ലാം ഒരു ദൂരത്താ, ഒന്നും ഒരു അനുഭവമായി മാറുന്നില്ല. എല്ലാം അറിയാമെങ്കിലും ഒന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്തതുപോലെ, അറിവുണ്ടെങ്കിലും അനുഭവമാകാത്തതുപോലെ, കർത്താവ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ആ മാർവിൽ കിടക്കുന്ന സുഖം ജീവിതത്തിൽ അറിയാൻ കഴിയാത്തതുപോലെ. എന്താണ് അതിനകത്തെ മിസ്സിംഗ് ലിങ്ക്? മാറട്ടെ നമ്മുടെ തിരശീലകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറട്ടെ, മാറട്ടെ, മാറട്ടെ. നമുക്കൊന്ന് കരയാം, നമുക്ക് ഹൃദയമൊന്ന് തുറക്കാം, നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ എനിക്ക് ഒത്തിരി മിടുക്കിയ ഞാൻ, എന്നാ എൻ്റെ വിചാരം കർത്താവേ. നമ്മൾ ഹൃദയത്തോട് മുറുകെ പിടിക്കുന്ന ചില വാശി, വൈരാഗ്യം, ക്ഷമിക്കാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ അവസ്ഥകൾ, കയ്പിൻ്റെ വേരുകൾ, നീരസങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ. ഞാൻ പ്രത്യേകിച്ച് ഈ നാളുകളിൽ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്, ഈ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് കയറണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ദൈവത്തിന് അതിനകത്ത് വഴിയുണ്ട്. എത്ര പേർക്കറിയണം എങ്ങനെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം കരങ്ങളെ ഒന്ന് ഉയർത്തിക്കും. ചാവുകടലായതുകൊണ്ട് അതിനകത്തൊന്നും വളരത്തില്ല, അതിനകത്തെല്ലാം ഡെഡാ. അപ്പൊ ഈ ഒഴുക്കുള്ള സ്ഥലത്ത്, ഒരു സ്ഥലത്തു നിന്ന് വന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകിപ്പോകുന്നിടത്താണ് ജീവൻ വർദ്ധിച്ചു വരുന്നത്. ചാവുകടലിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് വരും, അതിനകത്തുനിന്ന് എങ്ങോട്ടും അത് ഫ്ലോ ചെയ്യുന്നില്ല, അവിടെ കെട്ടിക്കിടക്കുക. അതുകൊണ്ട് തന്നെ അത് ടോക്സിക്കായി മാറി കുറച്ച് കഴിയുമ്പോൾ എന്താ, ജീവനില്ലാത്ത ഒരു അവസ്ഥയാണ്. അങ്ങനെയാണ് അതിന് ചാവുകടൽ എന്ന് പേര് തന്നെ വന്നത്. ഹല്ലേലൂയ. എത്രയോ ദൈവസ്നേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് പകർന്നു. നമ്മൾ അത് വെച്ച് എന്ത് ചെയ്യുക? നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യണം, ഈ സാധനം നമ്മൾ എന്തോ ചെയ്യണം, നമുക്ക് കിട്ടിയതുപോലെ എന്തോ ചെയ്യണം, നമുക്ക് കിട്ടിയ അതേ അളവിൽ അതേ സ്വഭാവത്തിൽ അതിനെ കൈമാറ്റം ചെയ്യാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അൺകണ്ടീഷണൽ പാഷനേറ്റ് ലവ്, ക്ഷമിക്കുന്ന സ്നേഹം, പൊറുക്കുന്ന സ്നേഹം, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എന്താണെന്നറിയാമോ, കൊടുക്കും തോറും പാസ്റ്റർ നമ്മളെ എന്തോ പഠിപ്പിച്ചത്, നമ്മൾ കൊടുത്താൽ നമ്മൾ കാലിയാകുമെന്നാണോ? എന്തു പറ്റും? അമർത്തി കുലുക്കി കവിയുന്ന നിലയിലേക്ക് താങ്ങാൻ കഴിയാത്തതുപോലെ എല്ലാ നന്മ പ്രവർത്തികൾക്കും നിങ്ങൾ സജ്ജരാകേണ്ടതിന് എപ്പോഴും വേണ്ടുന്നതിലും അതിന് അധികവും നിങ്ങൾക്ക് നൽകുവാൻ എൻ്റെ ദൈവം വിശ്വസ്തൻ. പൈസയോടുള്ള ബന്ധത്തിൽ അങ്ങനാണെങ്കിൽ സ്നേഹത്തോടുള്ള ബന്ധത്തിൽ എത്രയധികം. കർത്താവിന്റെ കയ്യിൽ പൈസ അല്ല, ഗോഡ് ഈസ് മണി എന്നെങ്ങും പറഞ്ഞിട്ടില്ല. ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ലൈറ്റ്. ഹല്ലേലൂയ. എത്രയധികം.
നിങ്ങൾ മനുഷ്യരുടെ, നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ക്ഷമിക്കത്തില്ല എന്നാര് പറഞ്ഞു? യേശു പറഞ്ഞു. യേശു പറഞ്ഞു. ഇതൊരു ഭയങ്കര ഡൈനാമിക്സാ. നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ ആഞ്ഞു നടക്കുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നു. പക്ഷേ ഹൃദയത്തിൻ്റെ അകത്ത് കയ്പും നിരാശയും സ്വയം താല്പര്യങ്ങളും വിട്ടുകൊടുക്കാൻ കഴിയാത്ത അവസ്ഥകളും കോപവും നിരാശയും എന്ന് വേണ്ട സകല കാര്യങ്ങളും ഉള്ളിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ഒരു ഭിത്തിയെ ചെന്ന് ഇടിച്ചു നിൽക്കുന്നത് പോലെ നമ്മുടെ ജീവിതം നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാ, കർത്താവിന്റെ സ്നേഹത്തിനകത്ത് ഒരു കുറവും ഉണ്ടായിട്ടില്ല. അതിനെ നീ ഒന്ന് ചലിപ്പിക്കാൻ തയ്യാറാകും. ഹല്ലേലൂയ. ഈ തൈലം, പല തൈലങ്ങൾ ഞാൻ കണ്ടു അല്ലേ? മാർത്തയും മറിയയുടെയും അവിടെയും മറിയയുടെ തൈലം, കർത്താവിൻ്റെ ശരീരത്തെ പൂശുവാൻ കൊണ്ടുവന്ന തൈലം, വിദ്വാൻമാർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന സുഗന്ധവർഗ്ഗങ്ങൾ, ഇതെല്ലാം ആരാധനയുടെ വസ്തുക്കൾ ഇങ്ങനെ കാണുമ്പോൾ അല്ലേ, ചിലത് ഇൻസെൻസ് ആയിട്ട്, ചിലതിങ്ങനെ ഒഴുകുക. ഇറ്റ് ഹാസ് ടു കം ആസ് ആൻ ഓഫറിംഗ്, ആസ് എ ലിക്വിഡ് ഓഫറിംഗ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സ്നേഹം അങ്ങനെ ഒഴുകത്തക്ക ലെവലിലേക്ക്, ആമേൻ, അതൊന്ന് വരട്ടെ. കഠിനപ്പെട്ട കല്ലുപോലെ ഇരിക്കുന്ന ഹൃദയത്തിന്റെ അവസ്ഥകൾക്കകത്ത് ഒഴുക്ക് നിന്നുപോയി. അതൊന്ന് ഒഴുകട്ടെ. Let it flow. ഒന്ന് പറഞ്ഞേ, let it flow. Let it flow. Tenderize me, oh God. നമുക്കങ്ങനെ അത് ഫീൽ ചെയ്യുന്നുണ്ടോ? അത് ഒഴുകുന്നുണ്ടോ? അതോ ഇങ്ങനെ ഇരിക്കുവാണോ? ഒരു ചലനവും ഇല്ല. പരിശുദ്ധാത്മാവിനോട് നമുക്ക് പറയാം, കർത്താവേ, when you bring an offering, let it be an incense. Let it be a perfume. Let it be a perfume that can flow from you. Let it flow from you. Let it be an incense that rises from you. Hallelujah. Hallelujah. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്. ഏലി പുരോഹിതന്റെ കൂട്ടത്തിൽ വളർന്നു വന്ന ശമൂവേൽ ബാലൻ. ആദ്യം ഏലി വിളിക്കുമ്പോൾ എന്താ അപ്പച്ചാ എന്ന് വിളി കേൾക്കാൻ പഠിച്ച ശമൂവേൽ ബാലൻ. എന്തുകൊണ്ടാ ദൈവത്തിൻ്റെ വിളി അവൻ്റെ അടുക്കലേക്ക് വന്നതെന്നറിയാമോ? അവൻ കാണുന്ന അവൻ്റെ യജമാനനും അവൻ്റെ പാസ്റ്ററും അവൻ്റെ പിതാവുമായിരിക്കുന്ന ഏലിയുടെ ശബ്ദത്തോട് പ്രതികരിക്കുവാൻ ഒരു കഴിവ് അവൻ്റെ ഉള്ളിൽ വന്നതിലൂടെ ദൈവശബ്ദം കേൾക്കുവാനുള്ള കഴിവ് അവൻ്റെ ഉള്ളിൽ വരികയാ. മുൻപിൽ കാണുന്ന മാതാപിതാക്കളെ അനുസരിക്കാത്ത, സഭാ ഇടയന്മാരെ അനുസരിക്കാത്തവർക്ക് ദൈവശബ്ദം കേട്ടനുസരിക്കുവാൻ കഴിയുമെന്ന് വിചാരിക്കരുത്. ഇത് ദൈവത്തിന്റെ പ്രമാണമാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. നമ്മുടെ ഈ ഒരു വിഷയം കിടക്കുന്നത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം. സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ യേശു കർത്താവ് എഫേസോസിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതുകയാണ്. 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ഒന്ന് വായിക്കണേ. എഫേസസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചും കൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരെ ഇല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ആമേൻ, ആമേൻ. എങ്കിലും ഒരു മിനിറ്റ്. അപ്പൊ ഇത് എഫേസോസിലെ സഭ, അതൊത്തിരി വിവരിക്കാനുണ്ട്. ദ മൈറ്റിയസ്റ്റ് ചർച്ച്. എഫേസോസിലെ സഭ അവിടെ സ്ഥാപിതമായതിന് ഏകദേശം 40 വർഷങ്ങൾക്ക് ശേഷം എഴുതുന്ന ഒരു ലെറ്ററായത്.
ആ അപ്പോസ്തല പ്രവൃത്തി 19-20 ആ അധ്യായങ്ങളിൽ നമുക്ക് വായിക്കാം. പൗലോസ് അപ്പോസ്തലൻ അവിടെ പോയി സഭ സ്ഥാപിച്ചു. എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസ് നടന്ന ഒരു സഭയാണ്. ഹല്ലേലൂയ അല്ലേ? ആ പട്ടണം മുഴുവൻ ദൈവവചനം കേട്ടു. ഭയങ്കര റിവൈവൽ നടന്ന ഒരു സഭയാണ്. ആമേൻ. അവിടെ മന്ത്രവാദികളും അവരും ഇവരും എല്ലാം സകല സാധനങ്ങളും, അത് അറൗണ്ട് $3 million വർത്ത് ഓഫ് സാധനങ്ങൾ കൊണ്ടുവന്നാണ് ആ പട്ടണത്തിലുള്ള മന്ത്രവാദികൾ അതിനെ കത്തിക്കുവാനിടയായത്. ഹല്ലേലൂയ. ഭയങ്കര ചലനമായിരുന്നു അങ്ങനെ അതിൽ ആരംഭിച്ച ഒരു ദൈവസഭയാണത്. അപ്പൊ അവരെ കുറിച്ച് ഒത്തിരി നല്ല കാര്യങ്ങൾ കർത്താവ് പറയുന്ന, എനിക്ക് നിങ്ങളുടെ അതൊരു അത് ശരിക്കും അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് തന്നെ പറയുന്ന കാര്യമാണ്. എനിക്ക് എന്തൊക്കെ അറിയാം, എനിക്ക് നിങ്ങളുടെ പ്രവൃത്തിയും പ്രയത്നവും. ചുരുക്കി പറഞ്ഞാല് ഇത് ഓർക്കാൻ എളുപ്പത്തിന് ഞാൻ പറയുക, their duty, their discipline and their doctrine was പക്ക. അതായി പറയുന്നത്. ഒരു പക്കയായിരുന്നു. അതിനകത്തൊന്നും അവർക്ക് കുഴപ്പമില്ലായിരുന്നു. അത് ഓർക്കണം. നമ്മളിപ്പോൾ 15 വർഷമായപ്പോഴത്തേക്കിനുള്ള നമ്മുടെ അനുഭവങ്ങൾ നമുക്കറിയാം. ഇത് 40 വർഷമായതാണ്. സഭ തുടങ്ങിയിട്ട് 40 വർഷം കഴിഞ്ഞിട്ടും ഒരു സഭയ്ക്ക് കർത്താവിൻ്റെ അടുക്കൽ നിന്ന് ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ വലിയ കാര്യമാണ്. അവരിതിലൊന്നും തെറ്റിയിട്ടില്ല. ഐ നോ യുവർ ഡീഡ്സ്, യുവർ ടോയിൽ ആൻഡ് യുവർ പെർസിയവറൻസ്. They were the best in their duty. You cannot tolerate evil men. അവരുടെ ഡിസിപ്ലിൻസിനകത്ത് പെർസിയവറൻസ് അല്ലേ, പേഷ്യൻസ്. ആദ്യത്തെ കുറെ കാലമൊക്കെ ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തേലും ആവട്ടെ എന്ന് അവർ വിചാരിച്ചില്ല. ഹല്ലേലൂയ. അവർ വിചാരിച്ചില്ല അല്ലേ? അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അവർക്കുണ്ടായിരുന്ന ഡിസിപ്ലിൻസ്, they were best. They got a commendation from Jesus with respect to their duty, their discipline and their doctrine. You could not find a fault with them. അതാ കർത്താവ് പറഞ്ഞത്. നിങ്ങൾ ഈ കാര്യത്തിലെല്ലാം നിങ്ങൾ ഭയങ്കര നല്ലയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. 4-ാം വാക്യം, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. അതെ 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 അതെ, ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. ഓർക്കണം, ഏറ്റവും എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസും റിവൈവലും നടന്ന ഒരു സഭയായി, അനുഭവങ്ങളില്ലാത്ത ഒരു സഭയല്ല. ഇപ്പോഴും അവരത് മുറുകെ പിടിച്ചിട്ടുമുണ്ട്, അവരത് വിട്ടുകളഞ്ഞിട്ടില്ല അല്ലേ? പക്ഷെ കർത്താവിൻ്റെ ഹൃദയം ഇവിടെ നമുക്കൊന്ന് കാണുവാനായിട്ട് കഴിയട്ടെ. എങ്കിലും എനിക്ക് നിങ്ങളെ, ഐ ഹാവ് ദിസ് എഗൻസ്റ്റ് യു. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കി നമ്മുടെ ചില കാര്യങ്ങൾ പറയും. കർത്താവിൻ്റെ ഈ ഒരു സ്വഭാവം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്വഭാവമാണ്. നമ്മളിങ്ങനെ എപ്പോഴും മറ്റുള്ളവർ കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? നമ്മളത് പറയും, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷേ പറയേണ്ട കാര്യം ചുരുക്കം വാക്കുകളിൽ നേരെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ പറയാൻ കഴിയണം. സ്നേഹമുണ്ടെങ്കിൽ അവിടെ ഇതും ഉണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഉണ്ട് അല്ലേ? പറഞ്ഞ് ഏത് കാര്യമൊക്കെ ശരിയാ, പക്ഷെ ഐ ഹാവ് വൺ തിങ് എഗൻസ്റ്റ് യു. അതെന്തുവാ? അതാ ഇത് നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ പഠിച്ച് വിവരിക്കാൻ 12 മണിയായി. നമുക്ക് സമയമില്ല, പക്ഷെ ഇത് ധ്യാനിക്കണം. എന്തിനാദ്യ സ്നേഹം എന്ന് പറഞ്ഞു? നിന്റെ സ്നേഹം വിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ? ആദ്യ സ്നേഹത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഹല്ലേലൂയ. അതിനകത്ത് ഒത്തിരി ബുദ്ധിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല കാര്യം. എന്നാൽ അതിനകത്ത് തീവ്രതയുണ്ട്, അതിനകത്തൊരു പ്യൂരിറ്റി ഉണ്ട്, അതിനകത്തൊരു അബാൻഡൻമെൻ്റ് ഉണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചാൽ ഒത്തിരി ഉണ്ട്. ഈ മറിയ ചെയ്തതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആദ്യ സ്നേഹം. ഹല്ലേലൂയ. അതിനകത്ത് വലിയ ഡിഗ്നിറ്റി ഒന്നുമില്ല, അതിനകത്ത് വലിയ ബോധമൊന്നുമില്ല അല്ലേ? ബട്ട് ദർ ഈസ് intimacy, there is passion, there is complete abandonment. There is a saying from deep within,
It is not about me, it is about you, Lord. And I don't want anything but you. Lord, take me and give yourself to me. That is all I want in this deal. ആദ്യ സ്നേഹത്തിനകത്ത് വേറെ ഡീലുകളൊന്നുമില്ല. ഹല്ലേലൂയ. വേറെ അറേഞ്ച്മെന്റ് ഒന്നുമില്ല. ബാക്കിയെല്ലാം ബോണസാ, ബാക്കിയെല്ലാം അഡീഷനാ. ദിസ് ഈസ് ദ ഓൺലി സിംഗുലർ ഡീൽ ഇൻ ഫസ്റ്റ് ലവ്. I will give myself completely to you, Lord. No questions asked. And I want you, Lord. I want you. I'm not looking at your blessings. I'm not looking at how you can make my life rich. I'm not looking at making me big and Lord, me getting a big name or fame. But I want you. I want all of you. I want your love. I want your presence. And I want all of you. Hallelujah. ഇത് കർത്താവിന് സങ്കടം. കർത്താവിനൊരു വലിയ സങ്കടം. കാര്യമൊക്കെ ശരിയാ, കാര്യം ശരിയാ മക്കളെ. നിങ്ങളിൽ ഒരു തെറ്റ് വേറെ ഒന്നും നിങ്ങളുടെ പെർഫോമൻസിൽ കാണാൻ പറ്റുന്നില്ലെങ്കിലും അല്ലേ, ആദ്യ സ്നേഹം വിട്ടുപോയി. അതുകൊണ്ട് എന്ത് ചെയ്യണം? പെട്ടെന്ന് വായിക്കാം. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് ഒരു കാര്യം ഓർക്കണം. ഇതിനകത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയാമോ? കർത്താവ് നിനക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ തട്ടി മാറ്റുന്ന ദൈവമല്ല, അതിന് നമുക്ക് സൊല്യൂഷൻ തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കിതാ പ്രശ്നം, ഇതിന്റെ ഉത്തരം എനിക്കറിയത്തില്ല, എങ്ങനെയും പോയി കണ്ടുപിടിച്ചോ എന്ന് പറയുന്ന ഒരു ദൈവമാണോ? അല്ല. ആദ്യ സ്നേഹത്തിനകത്തുനിന്ന് വീണുപോയി എങ്കിലും അതേ ഉയരത്തിലേക്കും അതിനപ്പുറത്തുയരത്തിലേക്കും നിനക്ക് വീണ്ടും കയറുവാൻ കഴിയും എന്നൊരു ദൂതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ജീവിതങ്ങളിലേക്കും ദൈവസഭയിലേക്കും നൽകുന്നത്. It is possible for you to catch the fire of first love. Hallelujah. Much more than what you were in the beginning. It is possible. ഒന്ന് പറഞ്ഞേ, it is possible. It is possible. It is possible. It is possible. That is the message. This is not a negative. ഇതൊരു നെഗറ്റീവ് ദൂതല്ല, ഇതൊരു പോസിറ്റീവ് ദൂതാ. ഹല്ലേലൂയ. അപ്പൊ എന്തൊക്കെ ചെയ്യണം? 3 സ്റ്റെപ്പ് അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്താ? മാനസാന്തരപ്പെട്ട് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കുക. അതാ. അപ്പൊ ഇവരൊരു ഹൈറ്റിലായിരുന്നു. ആ ഹൈറ്റിൽ നിന്ന് ഇവർ താഴോട്ട് വീണു അല്ലേ? കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഉയരത്തിലായിരുന്നു. എവിടെ നിന്ന് നീ വീണിരിക്കുന്നു എന്ന് നീ ഓർക്കണം. എന്ത് ചെയ്യണം? റിമെമ്പർ, റിമെമ്പർ. സീ, ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ ഓട്ടോമാറ്റിക്കലി അല്ലേ? നമ്മൾ സ്നേഹത്തിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. പക്ഷെ തിരിച്ചു കയറണമെങ്കിൽ അത് ഓട്ടോമാറ്റിക് അല്ല. ഹല്ലേലൂയ. നീ ഓർക്കണം, നീ ഒരിടത്തങ്ങ് കുത്തിയിരിക്കുക. നീ ചെയ്യുന്നതെല്ലാം നീ അങ്ങ് നിർത്ത. നീ ഒന്ന് ഓർക്ക. വുഡ് യു റിമെമ്പർ? റിമെമ്പർ ഫ്രം വേർ യു ഹാവ് ഫോളൻ. ആ ചിന്തകൾ ഹൃദയത്തിനകത്തു നിന്നൊന്ന് കയറി ഇറങ്ങട്ടെ. നിനക്ക് മാനസാന്തരപ്പെടണമെങ്കിൽ നിനക്കൊരു കണ്ടന്റ് വേണമല്ലോ. ഷാരൻ മോൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു പാപബോധം വരണ്ടേ? നീ എവിടെ നിന്നാ വീണിരിക്കുന്നത് എന്ന് നീ നിന്നെ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്ക. ഹല്ലേലൂയ. റിമെമ്പർ ഫ്രം വേർ യു ഹാവ് ഫോളൻ. നീ മാനസാന്തരപ്പെട. And then you repent. Yes. Yeah. For a moment, I just take 5 more minutes. You repent. ഇതൊരു മാനസാന്തരപ്പെടേണ്ടെന്ന വിധത്തിലുള്ള അത്ര വലിയ വിഷയമാണോ ഇത്? പാപമാണോ ഇത്? നമ്മളെപ്പോഴാണ് മാനസാന്തരപ്പെടേണ്ടുന്നത്? നമ്മൾ പാപം ചെയ്യുമ്പോഴല്ലേ? ഇത് പാപമാണോ? പാപമാണോ? ഏറ്റവും വലിയ കൽപ്പന എന്തുവാ? ഒന്നാമത്തേതും ഏറ്റവും വലിയ കൽപ്പനയാ മക്കളെ നീ ലംഘിച്ചിരിക്കുന്നത്. And this amounts to sin. You have missed the mark. You have grieved the heart of the Father. ചെറിയ വിഷയമല്ല. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റുന്ന വിഷയമൊന്നുമല്ല. ഇത് പാപമാ. പറഞ്ഞേ, ഇത് പാപമാ. ഇത് പാപമാ. ഒന്നാമത്തേതും ഏറ്റവും വലിയ കൽപ്പന ലംഘിച്ച പാപമായത്.
അതുകൊണ്ട് നീ ആഴമായി മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു വികാരം ഹൃദയത്തിൽ നിന്ന് കയറി ഇറങ്ങിപ്പോയി, ഒരല്പം കരഞ്ഞ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു, എന്നിട്ട് അടുത്ത കാര്യത്തിലേക്ക് കയറാമെന്ന് പറയുന്ന വിഷയമല്ല. നീ ഒരു ഉയരത്തിൽ നിന്നും താഴെ വീണു പോയതാണെങ്കിൽ അതിന് കാരണങ്ങളുണ്ട്. നിന്റെ മനോഭാവങ്ങൾ, നിന്റെ ജീവിത രീതികൾ, നിന്റെ ശൈലികൾ, എന്തൊക്കെയോ എവിടെയൊക്കെയോ സംഭവിച്ചതിന്റെ കാരണമായിട്ടാണ് നീ വീണത്. ഹല്ലേലൂയ. അത് മാനസാന്തരപ്പെടേണ്ടുന്ന വിഷയമാണ്, ചെറിയ കാര്യമല്ല. ഇരിക്ക്, കരച്ചിൽ വരട്ടെ, ഒരു വേദന ഉണ്ടാകട്ടെ. ഞാൻ കാരണം എത്രയോ കാലങ്ങൾ എൻ്റെ മുഖം കാണുവാൻ കഴിയാതെ മറഞ്ഞിരുന്ന, എൻ്റെ മുഖത്തെ നോക്കി വേദനിച്ച എൻ്റെ പിതാവ്. ആര് കണക്ക് പറയും കർത്താവ് നമ്മളെ ഓർത്ത് വേദനിപ്പിച്ചേന്? അതിനൊരു കണക്കുണ്ടോ? നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ നമ്മൾ എത്ര കണക്ക് ചോദിക്കുന്നതാ? കർത്താവ് നമ്മളെ ചൊല്ലി കരയുന്നതിനും വേദനിക്കുന്നതിനും ആര് കണക്ക് ബോധിപ്പിക്കണം? നമ്മൾ മാനസാന്തരപ്പെടണം. നീ തിരിച്ച് കരയണം, ക്ഷമ ചോദിക്കണം, മാനസാന്തരപ്പെടണം, തിരിച്ച് സ്നേഹിച്ച് ആ കണക്ക് തീർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. You remember, you repent, and then ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. You do the deeds. It's very simple. No rocket science in this. Whatever you did in the beginning, do it again. നിന്നെ ആദ്യ സ്നേഹത്തിലേക്ക് കൊണ്ടു നിർത്തിയത് നിന്റെ പ്രവൃത്തികളും നിന്റെ ഹൃദയവുമാണ്. വലിയ വലിയ കാര്യങ്ങളൊക്കെ അതിനോട് കൂട്ടിച്ചേർക്കുവാൻ കർത്താവിന് മനസ്സില്ലെന്നാണോ? നമ്മുടെ മക്കളോട് നമുക്കുള്ള മനസ്സെന്തുവാ? അവരെ കൺഫ്യൂസാക്കി കാല് തല്ലി ഒടിച്ച് കട്ടിലേക്കേറ്റി കിടത്തണമെന്നാണോ? ദോഷികളായ നമുക്ക് നമ്മുടെ മക്കളോട് ഇത്രയും സ്നേഹമോ? സ്വർഗത്തിലെ ദൈവം ആരാണ്, എന്താണ് ആ ഹൃദയം, എന്താണ് എന്നിന്നും തിരിച്ചറിഞ്ഞില്ലല്ലോ. ആ സ്നേഹത്തിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ, അവിടെയൊന്ന് വിശ്രമിക്കാൻ പറ്റുന്നില്ലല്ലോ, അതൊന്ന് ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ ലോക ജീവിതത്തിൻ്റെ ചില്ലറ വിഷയങ്ങൾ അത്ര വലുതോ? ദൈവസ്നേഹത്തിൻ്റെ മീതെ അതിനുയരുവാൻ അനുവാദം കൊടുത്ത നിങ്ങളും ഞാനും ദോഷികളാണ്. We are guilty. We are guilty of making small things big in our life. Oh Lord, forgive us. We are coming back, Lord. We are coming back to your heart, to your love. And from there, everything begins.